കൊച്ചി കളമശ്ശേരിയിൽ ബസും ലോറിയും കൂട്ടിയിടിച്ചൊരു അപകടം. 2 പേർക്ക് പരിക്കേറ്റു. ഈ അപകടത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മെഡിക്കൽ കോളേജ് റോഡിൽ വൻ ഗതാഗതക്കുരുക്കാണ്. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കുന്നു. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. ഞാൻ രാവിലെ യാത്ര പുറപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന 2 വാഹനങ്ങളാണ് ഇടിച്ചത്. ഞാൻ അവിടെ കുടുങ്ങിപ്പോയി. അതിനുശേഷം വരാൻ വൈകി. ഇന്നത്തെ നമ്മുടെ വാർത്താ പ്രഭാത യാത്ര തുടങ്ങിയതും വളരെ വൈകിയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. HMTക്ക് തൊട്ട് മുന്നിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ മട്ടന്നൂർ, ഇതിൽ ഞാൻ എത്തുന്ന സമയത്ത് ഡ്രൈവറുടെ കാല് ഈ വണ്ടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതിനുശേഷം ഫയർഫോഴ്സ് എത്തിയാണ് വാഹനത്തിൻ്റെ ഡോറ് തുറന്ന് ഡ്രൈവറെയും ഒക്കെ രക്ഷിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണോ? ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിയുടെ അവസ്ഥ എന്താണ് അർജുൻ മട്ടന്നൂർ? ഡോക്ടർ അനുകുമാർ, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 6:30-ക്ക് ശേഷമാണ് ഈ അപകടമുണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് HMTയിലേക്ക് പോകുന്ന വഴിയിൽ HMT കമ്പനിയുടെ മുമ്പിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഈ ബസ് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് നിന്നും സർവീസിന് വേണ്ടി HMT ഭാഗത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. യാത്രക്കാർ ആരും തന്നെ ഈ ബസ്സിൽ ഉണ്ടായിരുന്നില്ല. ഈ ഡ്രൈവറും മറ്റ് ജീവനക്കാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ലോറി ആകട്ടെ HMT ഭാഗത്ത് നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ 2 വാഹനങ്ങളും കൂട്ടിയിടിക്കുകയും അപകടമുണ്ടാവുകയും ചെയ്തത്. 2 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ബസ് ജീവനക്കാർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ബുദ്ധിമുട്ടായത് ഏറെ നേരം ആ മേഖലയിൽ ഗതാഗത തടസ്സമുണ്ടായി. നമുക്കറിയാവുന്നതുപോലെ അതൊരു വലിയ വീതിയില്ലാത്ത ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടം നടന്നതിന് ശേഷം ഈ മേഖലയിൽ കൂടിയുള്ള ഗതാഗതം ഏറെ നേരം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ എത്തി ഈ വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. തുടർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ ജീവനക്കാരെ, പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നിലവിൽ അവിടെ സാധാരണഗതിയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അരുൺകുമാർ.